ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാശിക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് ഹോംവർക്ക് തന്നു വിട്ടിട്ടുണ്ടേ. അത് ഞാൻ എഴുതിപ്പിക്കുന്നതാട്ടോ. കാശിയുടെ സ്കൂൾ വിടുന്നത് 3:30-ക്കാണ്. വീട്ടിലെത്തുമ്പോൾ ഒരു 3:40 ആവും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ എഴുതിക്കാനിരുത്തുവേ. അപ്പോൾ തുടങ്ങിയാലാട്ടോ പാതിരാത്രി ആകുമ്പോഴത്തേക്കും തീരുള്ളൂ. അവന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ എഴുതാനായിട്ട്. പിന്നെ നമ്മൾ പിടിച്ചിരുത്തി എഴുതിക്കുവാണേ. ഇപ്പോൾ LKG ആയതുകൊണ്ട് തന്നെ അവന് മിക്കപ്പോഴും ഹോംവർക്ക് കാണും കേട്ടോ ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷം അംഗൻവാടിയിലായിരുന്നല്ലോ, അപ്പോൾ ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് എഴുതിക്കാം എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ അംഗൻവാടി വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം TV ഒക്കെ കണ്ട് കളിച്ചൊക്കെ ആട്ടോ ഇരിക്കാറ്. ഇതിപ്പോൾ അംഗൻവാടിയിൽ ഉറക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ഉറക്കാത്തപ്പം നേരത്തെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്കെല്ലാം എഴുതി തീർക്കണേ. രാവിലെ ആകുമ്പോൾ അതിനൊന്നും സമയമില്ലല്ലോ. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ എഴുതാനായിട്ട്, എഴുതിക്കോളുവേ. പിന്നെ പകുതി ആകുമ്പോഴത്തേക്കും അവൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് വെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നോട് വഴക്കുണ്ടാക്കി പോകും കേട്ടോ. അതാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. എന്നോട് തീ വഴക്കുണ്ടാക്കി പോവുകയാണ്, ഞാൻ എഴുതുന്നില്ല, പിന്നെ എഴുതിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് പിടിച്ച് വലിച്ചൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഓടിപ്പോവാണേ. എഴുത്തിനേക്കഞ്ഞും കൂടുതൽ ഇവിടെ വർത്താനം പറയലാട്ടോ നടക്കുന്നത്. പിന്നെ കൂടെ നല്ല വഴക്കും കൂടുന്നുണ്ടേ. പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അവൻ പോയേ അവന് TV കാണാനാണോ. രാവിലെ 9:30 തൊട്ട് ഉച്ചയ്ക്ക് 3:30 വരെ, വൈകുന്നേരം 3:30 വരെ ഇരിക്കുന്നതല്ലേ. കുറച്ച് നേരം TV കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവനെ അങ്ങനെ വിട്ടു കേട്ടോ TV കാണാൻ. ഹോംവർക്കോ? എന്നാലും ഒന്ന് ചെയ്യാം, വാ വാടാ. ഒരെണ്ണല്ലേ ഉള്ളൂ, ബാ ബാ. ഇപ്പം ചെയ്താലാ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരുള്ളൂ. വാ കാശി. എഴുതാൻ വിളിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല തല്ലും കിട്ടുന്നുണ്ട് കേട്ടോ. തല്ല് കിട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ കാശി വരുന്നത് നോക്കി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. കാശി, കാശി വരുവോ? വാ. അവൻ വരുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. Grandma, why are you holding the... Why is my baby crying so? How long would you take to reach Mars with different vehicles? Level 1, running at 20 kilometers per hour, reaching Mars would take you 1,284 years. Level 2, horse. A horse can reach 70 kilometers per hour. Sounds much faster, yet it would... അങ്ങനെ അവൻ കുറേ നേരം TV കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓടിപ്പോയി കുളിപ്പിച്ച് ദേ സുന്ദര കുട്ടനായിട്ട് ചന്ദനമൊക്കെ തൊട്ട് വീണ്ടും ഞങ്ങൾ എഴുതാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്താകുമോ എന്തോ. കുളിച്ചപ്പോൾ ദേ ആൾക്ക് കുറച്ച് ഉഷാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുതാം എന്നൊക്കെ പറഞ്ഞ് വന്നിരിപ്പുണ്ടേ. എങ്ങനെയെങ്കിലും എഴുതിപ്പിക്കണമല്ലോ, ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഓരോ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ എഴുതിപ്പിക്കുന്നത്. അപ്പം എഴുതുന്നുണ്ടേ. ഇപ്പോൾ തെറ്റിപ്പോയാലും നല്ലതാ, ശരിയായി എന്നൊക്കെ കേട്ടോ ഞാൻ പറയാറുള്ളത്. കാരണം അടി എവിടെ നിന്ന് വന്ന് വീഴുന്നെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ക്ലാപ്പൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൻ എഴുതുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, കുറേയൊക്കെ ശരിയാവുന്നുണ്ട്. അപ്പോൾ തെറ്റിപ്പോയതൊക്കെ റബ്ബ് ചെയ്തിട്ട് വീണ്ടും എഴുതിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാശിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ സംഭവമൊക്കെ നടക്കുന്നത്. സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, പിന്നെ ഹോംവർക്ക് ചെയ്യുക, അതൊക്കെ. അപ്പോൾ അവന് അതൊക്കെ ഒരു അത്ഭുതമായിട്ടാട്ടോ തോന്നുന്നത്. പിന്നെ പാർക്കുള്ളതുകൊണ്ട് മാത്രമാട്ടോ ഇവൻ സ്കൂളിൽ പോകുന്നത് തന്നെ. പിന്നെ ഇപ്പം പിള്ളേരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ ചെല്ലുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇച്ചിരി മടിയായിട്ടാണ് പോകുന്നത്. ഇന്ന് നല്ല മടിയായിരുന്നു കേട്ടോ പോകാൻ. കാരണം 3 ദിവസം ലീവായിരുന്നല്ലോ, വെള്ളി ശനി ഞായർ. അപ്പോൾ ഇന്ന് ഭയങ്കര മടിയായതുകൊണ്ട് നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ തുടരും, അതിൻ്റെ അകത്തൊരു കൊച്ചിനെ, ആ പാട്ടിൻ്റെ അകത്ത് യൂണിഫോമൊക്കെ ഇട്ട ഒരു കൊച്ചിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നില്ലേ, ആ ഒരു സീനായിരുന്നു കേട്ടോ ഇന്നിവിടെ. പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ പിടിച്ച് വലിച്ചാട്ടോ കൊണ്ടുപോയത്. യൂണിഫോം ഇട്ടതും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞാട്ടോ പോയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ആളൊക്കെ ആയിട്ടോ, കുഴപ്പമൊന്നുമില്ല, കൂട്ടൊക്കെ കൂടി പഠിക്കുകയൊക്കെ ചെയ്യുവേ. പിന്നെ എഴുതിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് തെറ്റിപ്പോയി റബ്ബ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോന്തക്കുട്ടിയിട്ടൊന്നും കിട്ടിയിട്ടോ. പിന്നെ ഞാൻ മിണ്ടിയില്ല കേട്ടോ. പിന്നെ വഴക്ക് കൂടി അവൻ തന്നെ എഴുതിക്കോളാം എന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ ശരി, നീ എഴുതി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇവൻ എന്നെ ചെയ്യുന്നതെന്ന്. അപ്പം ഇവന് അടങ്ങിയിരുന്ന് ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടേ, ഞാൻ അവിടെ നിൽപ്പുണ്ടോന്ന്. അപ്പോൾ എന്നെ കാണത്തില്ല കേട്ടോ അവന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇവൻ എണീറ്റ് പോകുന്നുണ്ടോയെന്ന്. പോകുന്നൊന്നുമില്ല, മര്യാദയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണേ.
പിന്നെ എല്ലാം എഴുതിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് വിളിച്ചു കേട്ടോ. പിന്നെ അന്നേരം ഞാൻ ശരിയാണോ എന്നൊക്കെ നോക്കാൻ പോയേ. കുറച്ചൊക്കെ ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്, കുറച്ചൊക്കെ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനെല്ലാം റബ്ബ് ചെയ്ത് ഞാൻ പിന്നെ അവനെ കാണിച്ചു കൊടുത്ത് എഴുതിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരെ എഴുതിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണല്ലോ. നമുക്ക് കൂടുതൽ ക്ഷമ വേണമല്ലോ. ക്ഷമയില്ലെങ്കിൽ എല്ലാം പോയി. അങ്ങനെ ഞാൻ കാശിക്കെല്ലാം റബ്ബ് ചെയ്ത് ഞങ്ങളെല്ലാം എഴുതി ഓക്കെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.